നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. പുറത്ത് നിൽക്കുന്ന സഹോദരങ്ങളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരുത്തി. മജ്ലിസ് ഒരുമിച്ച് കൂട്ടുവാനുള്ള ജമാഅത്ത് ഓരോ മജ്ലിസിന്റെ സമയത്തും ഉത്സാഹത്തോടുകൂടി പരിശ്രമിക്കണം. തമ്മിൽ കാണാൻ, ചായ കുടിക്കാൻ, ഉളു എടുക്കാൻ, ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ, ഇതിനെല്ലാം ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പ് സമയം നൽകപ്പെടും. അതുകൊണ്ടിപ്പോൾ മജ്ലിസിന്റെ പുറത്ത് നിൽക്കുന്നവരെ എല്ലാവരെയും പോയി കൂട്ടിക്കൊണ്ടുവരുന്ന ജോലി മജ്ലിസ് ഒരുമിച്ച് കൂട്ടാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ജമാഅത്ത് ഉത്സാഹത്തോടുകൂടി ചെയ്യണം. അല്ലാഹു തആല എനിക്ക് നിങ്ങൾക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് തരുമാറാകട്ടെ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തിയെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുവാനും അള്ളാഹുവിനെ ഓർക്കുവാനും അള്ളാഹുവിനെ പറ്റി പറയുവാനും അള്ളാഹുവിനെ പറ്റി കേൾക്കുവാനും അള്ളാഹുവിന്റെ ഖജനാവ്, അള്ളാഹുവിന്റെ സിഫാത്ത്, അവന്റെ വിശേഷണങ്ങൾ, അവന്റെ ഖുദ്റത്ത്, അവന്റെ കഴിവ്, അവന്റെ താഖത്ത്, അവന്റെ ശക്തി, അവന്റെ ഇറാദത്ത്, അവന്റെ തീരുമാനങ്ങൾ, ഇതിനെപ്പറ്റിയെല്ലാം പറയുവാനും കേൾക്കുവാനും വേണ്ടിയാണ് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അല്ലാഹ് എനിക്ക് നിങ്ങൾക്കും അമൽ ചെയ്യാൻ തൗഫീഖിനെ തരുമാറാകട്ടെ. നമ്മളുടെ ഈ സമ്മേളനം കുറേ വിഷയങ്ങളുടെ സമ്മേളനമൊന്നുമല്ല. നമുക്ക് കുറേ വിഷയങ്ങളൊന്നുമില്ല. അസറിന് ശേഷം എന്താണ് സബ്ജക്റ്റ്, മഗ്‌രിബിന് ശേഷം എന്താണ് പോയിന്റ്, സുബഹിക്ക് ശേഷം എന്താണ് സബ്ജക്റ്റ്. നമുക്ക് ജീവിതത്തിലുടനീളം ഒരൊറ്റ സബ്ജക്റ്റേ ഉള്ളൂ. നമുക്കൊരൊറ്റ സബ്ജക്റ്റേ ഉള്ളൂ, ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. കുറേ വിഷയങ്ങളൊന്നുമില്ല നമുക്ക്. നമ്മളുടെ ദീനിന്റെ മജ്ലിസിൽ എന്ത് പറയണം, നമ്മളുടെ ദീനിന്റെ മജ്ലിസിൽ എന്ത് ചർച്ച നടക്കണം, ഏത് വിഷയത്തിനാണ് വലിയ പ്രാധാന്യം ദീനിലുള്ളത്, ഇത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മനുഷ്യരാശിക്ക് ഒരിക്കലും അവർ മറന്നു പോകാതിരിക്കാൻ, അതായത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടിയായ ഈ മനുഷ്യൻ, അവന്റെ മെയിൻ വിഷയം എന്താ, എന്തിനാണ് അവൻ അള്ളാഹ് ബുദ്ധി കൊടുത്തത്, എന്തിനാണ് മനുഷ്യന് അറിവ് നൽകിയത്, എന്തിനാണ് മനുഷ്യന് ഹൃദയം നൽകപ്പെട്ടത്. സഹോദരന്മാരെ, മനുഷ്യന്റെ പ്രത്യേകത എന്താ, എന്താണ് ഈ മനുഷ്യന്റെ പ്രത്യേകത? ഉലമാക്കൾ പറയാറുണ്ട് 11,000 ചില്ലുവാനും സൃഷ്ടികളുണ്ട്. ഈ സൃഷ്ടികളിൽ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഏറ്റവും ഉത്കൃഷ്ടനായത്? മനുഷ്യന് നൽകപ്പെട്ട ബുദ്ധി കൊണ്ട്, മനുഷ്യന് നൽകപ്പെട്ട ജ്ഞാനത്തിന്റെ, അറിവിന്റെ പ്രത്യേകത കൊണ്ട് പല കാരണങ്ങൾ പറയാം. പക്ഷെ എന്താണ് ഈ മനുഷ്യന്റെ ജോലി? ഏറ്റവും ഉത്കൃഷ്ടനായ, ഏറ്റവും മഹാബുദ്ധിമാനായ, ഏറ്റവും സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അറിവ് നൽകപ്പെട്ട ഈ മനുഷ്യന്റെ പണി എന്താ? അവൻ എന്തിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്? അവൻ എന്തിനാണ് ബുദ്ധി? അവൻ എന്തിനെ പറ്റിയാണ് വ്യാകുലപ്പെടേണ്ടതാണ്? എന്തിനാണ് ഹൃദയം? അവന്റെ ദുഃഖത്തിന്റെ, സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്താ? എന്തിനാണ് അവന് ഹൃദയം? അവൻ മനുഷ്യരിൽപ്പെട്ട കുറെ മനുഷ്യർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നെങ്കിൽ അവർ ചർച്ച ചെയ്യേണ്ട വിഷയം എന്താ? അവർക്ക് എന്താണ് വിഷയമുള്ളത്? എന്താണ് അവരുടെ പോയിന്റ്? എന്താണ് അവരുടെ സബ്ജക്റ്റ്? ഇത് മനുഷ്യർ ഒരു ദിവസം പോലും മറന്നു പോകാതിരിക്കാനുള്ള ഒരു ഏർപ്പാട് അള്ളാന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇതൊരിക്കലും മനുഷ്യൻ മറക്കാൻ പാടില്ല. കാരണം മനുഷ്യൻ വലിയ മറതിയുള്ളവനാണ്. ഉമ്മ മരിച്ച് 4 ദിവസം കഴിയുമ്പോൾ ഉമ്മായെ മറക്കും.
ഉപ്പ മരിച്ച് 2 ദിവസം കഴിയുമ്പോൾ ഉപ്പായെ മറക്കും. ഭാര്യ മരിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഭാര്യയെ മറക്കും. മക്കൾ മരിച്ച് കുറച്ചു നേരം കഴിഞ്ഞാൽ മക്കളെ മറക്കും. മനുഷ്യൻ വലിയ മറവിയുള്ളവനാണ്. വിശപ്പ് തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞാൽ വിശപ്പ് മറക്കും. ദാഹം തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞാൽ ദാഹം മറക്കും. വല്ലാണ്ട് ഉറക്കവും ക്ഷീണവും തോന്നി തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞാൽ അതും മറന്നു പോകും. ഇത് മനുഷ്യന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് മനുഷ്യൻ അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും മറന്നുപോകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ ഒരിക്കലും അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മറക്കാതിരിക്കാനുള്ള ഏർപ്പാട് ഒരു ദിവസവും മറക്കാൻ പാടില്ല. അതിനുള്ള ഏർപ്പാട് അല്ലാഹു തആല ചെയ്യും. അത് ഒരു ദിവസത്തിൽ ഒരു തവണയല്ല. ഒരു ദിവസത്തിൽ എത്ര തവണ? 5 തവണ. 5 തവണ ഏർപ്പാട് മനുഷ്യന്റെ മെയിൻ വിഷയമാണ്. മനുഷ്യൻ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ്. മനുഷ്യന്റെ ലക്ഷ്യമാണ്, മനുഷ്യന്റെ അടിസ്ഥാനമാണ്. ഒരിക്കലും മറക്കാൻ പാടില്ല. 5 നേരം അല്ലാഹു തആല ഏർപ്പാട് ചെയ്തു. ആ ഏർപ്പാടിന്റെ പേരാണ് ബാങ്ക്. ആ ഏർപ്പാടിന്റെ പേരാണ് എന്ത്? ബാങ്ക്. ഈ ബാങ്കിലെ മെയിൻ വിഷയമുണ്ട്. അതൊരു വിഷയമാണ്. മെയിൻ വിഷയം ഒന്നാ. അതിലേക്കുള്ള വിഷയങ്ങളാണ് പിന്നീട് പറയപ്പെട്ടിരിക്കുന്നത് മുഴുവൻ. ഒരൊറ്റ വിഷയമാണ് മെയിൻ വിഷയം. എന്താണ് വിഷയം? പറയും. ബാങ്കിൽ ഏറ്റവും കൂടുതൽ അത് തന്നെയാണ് പറയപ്പെടുന്നത്. ഒന്ന് പറയും, എല്ലാവർക്കും അറിയാം. എന്താണത്? അല്ലാഹു. പറയും. ബാക്കി അക്ബർ. അല്ലാഹ് ഏറ്റവും വലിയവനാണ്. അവനാണ് മഹാൻ, അവനാണ് വലിയവൻ, അവനാണ് ഖുദ്റത്തുള്ളവൻ, അവനാണ് കഴിവുള്ളവൻ. അവനേക്കാൾ വലുത് ആരുമില്ല. കാരണം നമ്മളുടെ ഈ സമ്മേളനം അതിനൊരു വിഷയമുള്ളൂ. ഒറ്റ വിഷയമാണ് നമ്മളുടെ വിഷയം. എന്താ വിഷയം? എന്താണ്? അല്ലാഹ്. അല്ലാഹയെ പറ്റി പറയാൻ, അല്ലാഹനെ പറ്റി കേൾക്കാൻ, അല്ലാഹനെ പറ്റി ചിന്തിക്കാൻ, അല്ലാഹനെ ഓർക്കാൻ, അല്ലാഹുവിനെ സ്മരിക്കാൻ, അല്ലാഹുവിനെ പറ്റി ചർച്ച ചെയ്യാൻ, അവന്റെ ഖുദ്റത്ത്, അവന്റെ കഴിവ്, അവന്റെ താക്കത്ത്, അവന്റെ ശക്തി, അവന്റെ സിഫാത്ത്, അവന്റെ വിശേഷണങ്ങൾ. പിന്നെ ഈ പ്രപഞ്ചത്തിൽ സൂര്യനും ചന്ദ്രനും സൃഷ്ടികളും ജന്തുക്കളും ഒരു എറുമ്പ് മുതൽ ആന വരെയും ഒരു അണുമണി മുതൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരെയും ഇതെല്ലാം അള്ളാഹുവിന്റെ എന്താണ്? അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് നമ്മൾ അഥവാ ഈ പ്രപഞ്ചത്തിലുള്ള എന്തിനെങ്കിലും പറ്റി പറയുന്നെങ്കിൽ അത് അള്ളാഹിന്റെ സൃഷ്ടിയായതുകൊണ്ട് പറയുക. അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അഫല യൻദുറൂൻ, നിങ്ങൾ കാണുന്നില്ലേ? ഇല ഇബിൽ കൈഫ ഖുലിഖത് വഇല സമാ കൈഫ റുഫിഅത്. അള്ളാഹിനെ ചോദിക്കുക, ഈ ആകാശവും ഈ ഭൂമിയും ഈ ഒട്ടകവും ഈ ജന്തുക്കളും ഈ പർവ്വതങ്ങളും ഈ സൂര്യനും ഈ ചന്ദ്രനും ഈ നക്ഷത്രങ്ങളും ഗോളങ്ങളും ഒരു ചെറിയ എറുമ്പും ഈച്ചയും ആനയും അണുമണി മുതൽ ഒരു ചെറിയ മണലിന്റെ തരി മുതൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരെയും ഈ സൃഷ്ടികളുടെ എല്ലാ സൃഷ്ടികളും അല്ലാഹു തആല നമുക്ക് സൃഷ്ടിച്ച് തന്നിരിക്കുന്നത് ഇതിലൂടെ അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ മനസ്സിലാക്കാനാണ്. അല്ലാഹു തആല ചോദിക്കുകയാണ്, നിങ്ങൾ കാണുന്നില്ലേ ഈ ആകാശങ്ങളെ ഒരു തൂണും ഇല്ലാതെ അല്ലാഹ് ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത്? നിങ്ങൾ കാണുന്നില്ലേ? ഈ അംഫുസിക്കും, നിങ്ങൾ നിങ്ങളുടെ തല മുതൽ കാല് വരെയുള്ള ശരീരത്തിലേക്ക് ഒന്ന് നോക്ക്. ഓരോരുത്തരും ഒന്ന് സ്വന്തം നോക്കി കുറച്ചു നേരത്തേക്ക്, സ്വന്തം, വേറെ എങ്ങോട്ടും പോകണ്ട. അല്ലാഹ് പറയാണ്, വഫീ അൻഫുസിക്കും, നിങ്ങളുടെ സ്വന്തം ശരീരത്തിലേക്ക് നോക്ക്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾക്ക് എന്താ കണ്ണില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ ശരീരം കാണുന്നില്ലേ? ഈ നെറ്റി, അതിന്റെ മുകളിൽ ഒരു തല, ആ തലയിൽ കുറെ രോമം. എത്ര രോമം പറയും? 1000. എത്ര രോമം? 10000. സ്വന്തം രോമം എണ്ണാൻ പറ്റൂല മനുഷ്യന്. തലയിലെ രോമം അവിടെ ഇരിക്കട്ടെ, ഈ കൈപ്പത്തിയുടെ മുകളിലുള്ള ഈ രോമം എണ്ണി തീർക്കാൻ പറ്റൂല മനുഷ്യന്. ഈ അംഫുസിക്കും, നിങ്ങളുടെ സ്വന്തം ശരീരത്തിലേക്കൊന്ന് നോക്ക്. ആ ശരീരം സൃഷ്ടിച്ച അല്ലാഹുവിന്റെ ഖുദ്റത്ത് എത്ര വലുതാണ്. കൈപ്പത്തിയിലേക്കൊന്ന് നോക്ക്.
അതിൽ 5 വിരലുകളുണ്ട്. ഒരു വിരലില്ലെങ്കിൽ പിന്നെ 4 വിരലുകളെ കൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനത്തെ 5 വിരലുകളുണ്ട്. ഓരോ വിരലിലും 3 മടക്കുകൾ വീതം വെച്ചിട്ടുണ്ട്. ഓരോ മടക്കില്ലായിരുന്നെങ്കിൽ വിരലിനെ കൊണ്ട് കാര്യമായ പണിയൊന്നും നടക്കൂല. നിങ്ങളുടെ 2 മൂക്കുകളിലേക്കൊന്ന് നോക്കുമ്പോൾ വളരെ മയം, പക്ഷെ മുഴുവൻ ശരീരത്തിന് ആവശ്യമായ ശ്വാസം വലിച്ചെടുത്ത് അകത്തോട്ട് വിടുകയും മുഴുവൻ ശരീരത്തിന് ആവശ്യമില്ലാത്ത ശ്വാസം വലിച്ചെടുത്ത് പുറത്തോട്ട് വിടുകയും ചെയ്യുന്ന ജോലി. ഇത് വളരെ നിസ്സാരമായി കാണുന്ന 2 മൂക്ക്, ഒന്നിടിച്ചാൽ വേദന എടുത്തു പോകുന്ന മൂക്ക്, ആ മൂക്കാണ് ഈ ജോലി ചെയ്യുന്നത്. നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്ക്, വളരെ ലോലമായ, വളരെ മയമായ, ഒരു ചെറിയ കരട് വന്ന് വീണുപോയാൽ പിന്നെ തുറക്കാൻ വയ്യാത്ത അത്രയും സെൻസിറ്റീവായ, അത്രയും ലോലമായ കണ്ണ്. ഇതിന് അമ്മ വെച്ചിരിക്കുന്ന ശക്തി എന്താണ്? ജീവിതത്തിൽ ഒരിക്കലും ഒരു സാധനത്തിനെ കണ്ടെച്ചാൽ അതിന്റെ ഫോട്ടോ അങ്ങ് എടുക്കുക ആ കണ്ണ്. പിന്നെ ജീവിതത്തിൽ എവിടെ വെച്ച് കണ്ടാലും രണ്ടാമത് കാണുമ്പോൾ ഞാൻ അന്ന് പറവൂരിന്ന് കണ്ടിരുന്ന ആളല്ലേ, അതെ അതെ. നിങ്ങൾക്ക് 2 കണ്ണുകൾ, ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളെയും ഉള്ളിലേക്ക് എടുത്ത് റിസർവ് ചെയ്ത് വെക്കുന്ന കണ്ണുകൾ, റിസർവ് ചെയ്ത് വെച്ചു. ഒന്ന് കണ്ടേച്ചാൽ മതി, ക്ലിക്കായിപ്പോയി, അതിനകത്ത് സൂക്ഷിക്കപ്പെട്ടുപോയി. സഹോദരന്മാരെ, പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. അതുകൊണ്ട് നമ്മളുടെ ഈ സമ്മേളനത്തിന് ഒരൊറ്റ വിഷയമേ ഉള്ളൂ. എന്താണ് വിഷയം? ഒന്നുകൂടെ പറയും. എന്താ നമ്മുടെ വിഷയം? അല്ലാഹു അക്ബർ. അല്ലാഹു വലിയവനാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസത്തിൽ 5 തവണ ഏർപ്പാട് ചെയ്തു. അല്ലാഹ് ഏറ്റവും വലിയവനാണ്, അല്ലാഹ് ഏറ്റവും മഹാനാണ്, അല്ലാഹ് ഏറ്റവും ഉയർന്നവനാണ്, അല്ലാഹ് ഏറ്റവും ഉയർന്ന പദവിയുള്ളവനാണ്. അല്ലാഹുവിന്റെ മഹത്വം. വറബ്ബക ഫകബ്ബിർ. നബിയെ, തങ്ങളുടെ റബ്ബിന്റെ മഹോന്നത സ്ഥാനത്തിനെ കൂടെ കൂടെ ഉയർത്തി ഉയർത്തി പറയും നബിയെ. തങ്ങളുടെ റബ്ബിന്റെ വളർമയെ പറയും, തങ്ങളുടെ റബ്ബിന്റെ മഹോന്നത സ്ഥാനത്തിനെ പറയും. രണ്ടാമത്തെ ബാങ്കിന്റെ വചനത്തിന്റെ രണ്ടാമത്തെ വിഷയം എന്താ? 4 തവണ അല്ലാഹു അക്ബർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ പറയപ്പെടുന്നത്? പറയും. അതിന്റെ വിഷയം എന്തുവാ? അതിന്റെ വിഷയം എന്താ? പറയുന്നില്ലല്ലോ. എന്താ അതിന്റെ വിഷയം? അതും അല്ലാഹ് തന്നെ. വേറെ വല്ലതും ഉണ്ടോ? പറവൂരിലെ ബാങ്കിൽ വേറെ എന്തോ ആണെന്ന് തോന്നുന്നല്ലോ. അതോ പള്ളിക്കരയിലെ ബാങ്ക്? മുമ്പിലിരിക്കുന്നവരാരാ? പള്ളിക്കരക്കാരാണോ? എല്ലാം ഉണ്ടല്ലോ മിക്സ്. അല്ലാഹ് എല്ലാവരും കബൂൽ ചെയ്യുമാറാകട്ടെ. രണ്ടാമത്തെ കലിമ ബാങ്കിന്റെ 4 തവണ അല്ലാഹുവിന്റെ മഹോന്നതസ്ഥാനം പറഞ്ഞു കഴിഞ്ഞിരിക്കുക. രണ്ടാമത് പിന്നെയും തുടങ്ങുന്നത് എന്താണെന്ന് അറിയാം? അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. അല്ലാ ഇലാഹ, ഒരു കാരണവശാലും ആരാധനക്കർഹനായി ആരും തന്നെ ഇല്ല ഈ പ്രപഞ്ചത്തിൽ. ഇല്ലല്ലാഹ്. രണ്ടാമത്തെ കലിമയുടെ വിഷയം എന്തുവാ? പറയും. അല്ലാഹ്. അന്നേരവും അല്ലാഹ് തന്നെ. ആദ്യം അല്ലാഹുവിന്റെ കിബ്രിയ. മഹാന്മാരെ ഉലമാക്കൾ പറഞ്ഞു, ദീനിന്റെ പരിശ്രമം, ദീനിന്റെ ദഅവത്ത്, സൃഷ്ടികൾക്ക് അല്ലാഹുവിനെ മനസ്സിലാക്കാനുള്ള പ്രൊസീജിയർ, അതിനുള്ള പ്രക്രിയ, അതിനുള്ള തർത്തീബ്, അതിനുള്ള ക്രമം, ഇതാണ് ആദ്യം അല്ലാഹുവിന്റെ വളർമ്മ. അല്ലാഹുവിന്റെ കിബ്രിയ. അല്ലാഹ് വലിയവൻ, അല്ലാഹ് മഹാൻ, അല്ലാഹ് മഹോന്നതൻ, അല്ലാഹ് ഏറ്റവും ഉയർന്നവൻ, അല്ലാഹുവിന്റെ മഹത്വം. രണ്ടാമത്തെ വിഷയം അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത്. അല്ലാഹ് ഏകനാണ്, അല്ലാഹുവിന്റെ ഏകത്വം, തൗഹീദ്. ബാങ്കിന്റെ രണ്ടാമത്തെ വിഷയം. പക്ഷേ 1, 2 എല്ലാം വിഷയം ആരെപ്പറ്റി തന്നെയാണ്? ആദ്യം അല്ലാഹുവിന്റെ മഹോന്നത സ്ഥാനവും പദവിയും പറഞ്ഞ്, പിന്നെ പറഞ്ഞ് അല്ലാഹുവിന്റെ ഏകത്വത്തിനെ പറ്റി പറഞ്ഞു. അത് 2 തവണ പറഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂന്നാമത്തെ വിഷയം, മൂന്നാമത് പറയപ്പെടുന്നത് എന്താണ്? അഷ്ഹദു അന്ന, പറയും, മുഹമ്മദ് റസൂലുള്ളാഹ്. അവിടെ അവസാനം എന്തുവാ? റസൂൽ. ഒന്ന് പറയും. റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല്. അല്ലാഹുവിന്റെ റസൂൽ. അല്ലാഹുവിന്റെ മഹോന്നത സ്ഥാനം, അല്ലാഹുവിന്റെ ഏകത്വം,
ഇനി ഏകനായ അള്ളാഹുവിന്റെ തൃപ്തിയും ഏകനായ അള്ളാഹുവിന്റെ സഹായവും ഏകനായ അള്ളാഹുവിന്റെ ശക്തിയും അവന്റെ കുദ്റത്തും അവന്റെ ഖജനാവും ഇതെല്ലാം നമ്മൾക്ക് അനുകൂലമായി തീരുന്നതിന് ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ. അള്ളാന്റെ ഭാഗത്തു നിന്ന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അള്ളാഹ് ഏകൻ, അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗവും ഒറ്റ ഒന്ന് മാത്രം. അത് ആരുടെ മാർഗമാണ്? ആരുടെ മാർഗം? മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂലിന്റെ മാർഗം സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്കിന്റെ അടുത്ത വിഷയം എന്താണ്? ഹയ്യാല സ്വലാ, നമസ്കാരത്തിലേക്ക് വരുവീൻ. എന്താ നമസ്കാരം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരം മുഅ്മിനിന്റെ മുനാജാത്താണ്. മുനാജാത്ത്. നമസ്കാരം മുഅ്മിനിന്റെ മിഅ്റാജാണ്. മിഅ്റാജ് അല്ലാഹുവിന്റെ ഇബാദത്ത്, അല്ലാഹുവിന്റെ സുജൂദ്, അല്ലാഹുവിന്റെ അനുസരണ, അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം. തനിക്ക് അല്ലാഹ് തന്നിരിക്കുന്ന മുഴുവൻ ശരീരത്തെ അല്ലാഹുവിന്റെ മുമ്പിൽ കുനിച്ച് തന്റെ ശരീരത്തിലെ ഏറ്റവും പദവി അറിയിക്കുന്ന തലയെ കൊണ്ടുപോയി താഴ്ത്തി അങ്ങ് വെച്ചിട്ട് പറയാണ്, പടച്ചവനെ, എന്റെ ഏറ്റവും വലിയ മഹത്വം നിന്റെ മുമ്പിൽ തല താഴ്ത്തലാണ്. എന്റെ പദവി അതാണ്. ഇതെന്റെ മിഅ്റാജാണ്, ഒരു മുഅ്മിന്റെ മിഅ്റാജ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു മുഅ്മിൻ കൈകെട്ടി അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കാരത്തിലേക്ക് നിന്നു കഴിഞ്ഞാൽ കഅന്നഹു യുനാജി റബ്ബഹു, അവൻ അവന്റെ റബ്ബിനോട് രഹസ്യ സംഭാഷണം നേരിട്ട് നടത്തുന്നതിന് തുല്യമാണ്. ബാങ്കിലെ അടുത്ത വിഷയം, അള്ളാഹുവിന്റെ മഹത്വം അംഗീകരിച്ചു, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു, അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ചു, അള്ളാഹുവിനോട് മാത്രം ചോദിച്ചു, അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ വെച്ചു. ഇതെല്ലാം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപൂർണമായി പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ അവന്റെ ജീവിതത്തിനെ നമസ്കാരത്തിനെ പോലെ ആക്കി തീർത്താൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലും പരിപൂർണമായ വിജയം നൽകും, ആഖിറത്തിലും പരിപൂർണമായ വിജയം നൽകും. ഹയ്യ അലൽ ഫലാഹ്, തുറന്ന ക്ഷണമാണ്. തുറന്ന ക്ഷണം. ഹോനോലുലു മുതൽ ജമായിക്ക വരെ, കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെ, വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ, മുഴുവൻ ലോകത്തും ഒരിക്കലും ഇടമുറിഞ്ഞു പോകാതെ തുടർച്ചയായി വിളി നടന്നുകൊണ്ടിരിക്കുകയാണ്. കിഴക്കേ അറ്റത്ത് ജപ്പാന്റെയും അപ്പുറം പസഫിക് ഓഷന്റെ അപ്പുറം അങ്ങേ അറ്റത്തെ മുഅദ്ദിൻ ആദ്യത്തെ ഫജർ സുബഹിയുടെ ബാങ്ക് വിളിച്ചു തുടങ്ങിയാൽ അയാളുടെ ബാങ്ക് തീരാനാവുമ്പോഴത്തേക്ക് 2.5-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത മർഹലയിലെ മുഅദ്ദിൻ ബാങ്ക് വിളിച്ചു തുടങ്ങും. എപ്പോ തുടങ്ങും? അയാൾ ബാങ്ക് വിളിച്ചു തീരുവോ? ഇല്ല. അപ്പോഴത്തേക്ക് ആര് വിളിച്ചു തുടങ്ങും? അടുത്ത ഫജറിന്റെ സമയം അടുത്ത സ്ഥലത്ത് ആവുകയുള്ളൂ അപ്പോഴത്തേക്ക്. അപ്പൊ അയാൾ വിളിച്ചു തുടങ്ങും. അടുത്ത മുഅദ്ദിൻ വിളിച്ചു തീരുന്നതിന് മുമ്പ് അടുത്ത 2-3 മിനിറ്റ് കഴിഞ്ഞുള്ള അടുത്ത മർഹലയിലെ മുഅദ്ദിൻ വിളിച്ചു തുടങ്ങും. ഇന്തോനേഷ്യയിൽ വിളിച്ചു തുടങ്ങും, മലേഷ്യയിൽ വിളിച്ചു തുടങ്ങും, സിംഗപ്പൂരിൽ വിളിച്ചു തുടങ്ങും, ബാങ്കോക്കിൽ വിളിച്ചു തുടങ്ങും, കൽക്കട്ടയിൽ വിളിച്ചു തുടങ്ങും, പിന്നെ ഒറീസയിൽ വിളിച്ചു തുടങ്ങും, മദ്രാസിൽ വിളിച്ചു തുടങ്ങും, കേരളത്തിൽ വിളിച്ചു തുടങ്ങും. ഇങ്ങനെ അങ്ങോട്ട് പോകും. പിന്നെ കുറച്ച് കഴിയുമ്പം മസ്കത്തിൽ വിളിച്ചു തുടങ്ങും, പിന്നെ അബുദാബിയിൽ വിളിച്ചു തുടങ്ങും, പിന്നെ ദുബൈയിൽ വിളിച്ചു തുടങ്ങും. ദുബൈയിലെ മുഅദ്ദിൻ തീരാറാകുമ്പോൾ ഷാർജയിൽ വിളിച്ചു തുടങ്ങും, ഷാർജയിലെ മുഅദ്ദിൻ തീരാറാകുമ്പോൾ മക്കത്ത് വിളിച്ചു തുടങ്ങും. അങ്ങോട്ട് പിന്നെയും പോകും. 24 മണിക്കൂർ നേരം ഈ മുഴുവൻ പ്രപഞ്ചത്തിൽ ഈ ശബ്ദം അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഹയ്യാലൽ ഫലാഹ്, ഹയ്യാലൽ ഫലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. അഥവാ ബഹിരാകാശത്തെങ്ങാനും കൊണ്ടുപോയി ഒരു വലിയ പവർഫുൾ ടേപ്പ് റെക്കോർഡർ, ലോകത്ത് മുഴുവനുള്ള ശബ്ദങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഒരു വലിയ ശക്തിയുള്ള ടേപ്പ് റെക്കോർഡർ കൊണ്ടുപോയി സ്ഥാപിക്കുകയാണെങ്കിൽ വേറെ ഒന്നും കേൾക്കാനുണ്ടാവില്ല. എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ബാങ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നോൺ സ്റ്റോപ്പാണ്. ഇടുക്കിയിലെ മുഅദ്ദിൻ വിളിച്ചു തീരുമ്പോൾ മൂവാറ്റുപുഴയിൽ തുടങ്ങും. മൂവാറ്റുപുഴയിലെ മുഅദ്ദിൻ വിളിച്ചു തുടങ്ങും. നമുക്ക് കേരളം പറഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാവും.
ഇടുക്കിയിലെ മുഖത്തിന് വിളിച്ചു തീരുമ്പോൾ മൂവാറ്റുപുഴയിൽ തുടങ്ങും, മൂവാറ്റുപുഴയിലെ മുഖത്തിന് വിളിച്ചു തീരുമ്പോൾ അവിടെ തുടങ്ങും, പള്ളിക്കരയിലും ആലുവയിലും ഒക്കെ തുടങ്ങും. ഇങ്ങനെ കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് ഈ വിളി പൊയ്ക്കൊണ്ടിരിക്കുക, കിഴക്കുന്ന് പടിഞ്ഞാറ്. അള്ളാഹ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖിനെ പെരുമാറാകും. ഇത്രയും വലിയ ഏർപ്പാട് അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹ്, റസൂല്, ആഖിറം, പരലോകം, ഇതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഉള്ള ഏർപ്പാട് ലോകത്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യരാശി വലിയ അശ്രദ്ധയിലാണ്. മനുഷ്യനെങ്ങനെയാ? വലിയ അശ്രദ്ധയിലാണ്, ഗഫലത്തിലാണ്, വലിയ അശ്രദ്ധയിൽ, വലിയ ഗഫലത്തിൽ. എത്ര വലിയ അശ്രദ്ധ? പള്ളിയുടെ കോമ്പൗണ്ടിന്റെ ഉള്ളിലുള്ള ലോഡ്ജ്. എവിടുത്തെ കോമ്പൗണ്ടിലുള്ള ലോഡ്ജ്? എവിടുത്തെ കോമ്പൗണ്ട്? പള്ളിയുടെ മതിലിന്റെ അപ്പുറത്തെ ചുമരിൽ ആ റൂമിൽ വസിക്കുന്ന മുസൽമാൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് കലിമയിൽ വിശ്വസിക്കുന്ന മുസൽമാൻ ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ ആ റൂമിന്റെ വാതിൽ തുറന്ന് ഇപ്പുറത്തുകൂടി ഇങ്ങോട്ട് കയറാൻ തയ്യാറല്ല. വലിയ അശ്രദ്ധയിലാണ് മനുഷ്യൻ, വലിയ അശ്രദ്ധയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്റത്ത് കൊണ്ട്, അവൻ ഈ ഉമ്മത്തിന് മേൽ ചെയ്ത വലിയ കരുണ കൊണ്ടും ഔദാര്യം കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് മുഴുവനും അവന്റെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളുടെ മേൽ അല്ലാഹ് ചെയ്ത ഒരു വലിയ കൃപയും വലിയ കരുണയും വലിയ അനുഗ്രഹവും വലിയ തൗഫീഖുമാണ്. ലോകത്ത് മുഴുവൻ 5 നേരം ബാങ്ക് വിളിച്ചിട്ട് പോലും പള്ളിയിലേക്ക് വരാത്ത, 5 നേരം വിളിച്ച് ഉണർത്തിയിട്ട് പോലും ഉണരാത്ത ഈ മുഅ്മിനിനെ അവന്റെ ലോഡ്ജിലും അവന്റെ വീട്ടിലും അവന്റെ കൃഷി സ്ഥലത്തും അവന്റെ കച്ചവട സ്ഥലത്തും അവന്റെ ഓഫീസിലും അവന്റെ തൊഴിൽശാലയിലും, എന്തിന് ആശുപത്രിയിലാണെങ്കിൽ ആശുപത്രിയിലും, ജയിലിലാണെങ്കിൽ ജയിലിലും, കൊട്ടാരത്തിലാണെങ്കിൽ കൊട്ടാരത്തിലും, കുടിലാണെങ്കിൽ കുടിലും, എവിടെയാണെങ്കിലും അവനെ വിട്ടുകളയാതെ ഒന്ന് പോയി കണ്ടുപിടിച്ച് കെട്ടിപ്പിടിച്ച് ഒന്ന് മുത്തി ഒന്ന് സ്നേഹം കാണിച്ച് സ്നേഹത്തോടെ ഔദാര്യത്തോടെ അള്ളാഹുലേക്ക് വിളിച്ചുകൊണ്ട് വരാനുള്ള ഏർപ്പാട് അള്ളാഹ് ഈ ഉമ്മത്തിന്റെ മേൽ വിശാലമായി തുറന്നിരിക്കുന്ന കാലഘട്ടമാണ്. അള്ളാഹ് എന്നെ നിങ്ങളെ കബൂൽ ചെയ്യുമാറാകട്ടെ. കിഴക്കേയറ്റം മുതൽ പടിഞ്ഞാറേറ്റം വരെ ബാങ്ക് വിളിക്കപ്പെടുന്ന പോലെ തന്നെ കിഴക്കേയറ്റം മുതൽ പടിഞ്ഞാറേറ്റം വരെ ഇന്ന് ഉമ്മത്ത് ഒരു ചലനത്തിലാണ്. ഒരു വലിയ ചലനത്തിലാണ്. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്റത്ത് കൊണ്ട് ഈ ഉമ്മത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ ഇതുപോലെ ദീനിന്റെ പരിശ്രമത്തിന്റെ ചലനവും അവരുടെ അനക്കവും അധ്വാനവും അവരുടെ സ്ഥിരം ഉത്തരവാദിത്തമായി കണക്കാക്കിയോ, അതുപോലെ ഈ ഉമ്മത്ത് രണ്ടാമതും ദീനിന്റെ പരിശ്രമത്തിനെ ഉത്തരവാദിത്തമായി കണക്കാക്കാൻ ഈ ഉമ്മത്തിനെ തയ്യാറാക്കാനുള്ള ഒരു വലിയ ചലനം, ഒരു വലിയ അധ്വാനം, ഒരു വലിയ പരിശ്രമം അല്ലാഹ് അവന്റെ ഖുദ്റത്ത് കൊണ്ട് ലോകത്ത് മുഴുവൻ നടപ്പിലാക്കിയിരിക്കുകയാണ്. സഹോദരന്മാരെ, ദീനിന്റെ പരിശ്രമം അള്ളാഹുവിന്റെ ദീനിന്റെ പരിശ്രമമാണ്. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അഥവാ പേരുണ്ടായിരുന്നെങ്കിൽ ഈ സ്റ്റേജിലെങ്കിലും കണ്ടേനെ, അഥവാ പേരുണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ ആർച്ചിലെങ്കിലും കണ്ടേനെ. ഒന്നുമില്ലെങ്കിൽ ആ ഇസ്തിഖ്ബാലിൽ നിന്ന ജമാഅത്തെങ്കിലും ഒരു ബാഡ്ജെങ്കിലും കുത്തിയേറ്റും തബ്ലീഗി ജമാഅത്ത് എന്ന് പേര് എഴുതിയിട്ട് നിന്നേനെ. പേരൊന്നുമില്ല. ജനങ്ങൾ പറഞ്ഞു ഇത് തബ്ലീഗിന്റെ ജമാഅത്താണ്. അവർ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കാരണം ദീനിന്റെ പരിശ്രമത്തിന്റെ പേരിൽ ചലിക്കുന്ന ജമാഅത്ത്. നമ്മളിപ്പോ ഒരു ജമാഅത്താണ്. ഈ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ഒരു പേരുണ്ട്, ഒരു ജമാഅത്താണ്. ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പേര് മാറുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ എന്തിന്റെ ജമാഅത്താ? ഇനി ഒരു 40-45 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പേര് മാറും. ഇപ്പൊ നമ്മൾ എന്തിന്റെ ജമാഅത്താ? ഇപ്പൊ നമുക്കൊരു പേരുണ്ട്. എന്തിന്റെ ജമാഅത്താ? അസറിന്റെ ജമാഅത്ത്. എന്തിന്റെ ജമാഅത്ത്? നമ്മളിപ്പോ അസർ നിസ്കരിച്ചിട്ടിരിക്കുക. ഇവിടെ 40 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളെ പേര് മാറും. എന്തിന്റെ ജമാഅത്താവും? ഇൻഷാ അല്ലാഹ് എന്താവും? മഗ്‌രിബിന്റെ ജമാഅത്ത്. പിന്നെ ബയാനെല്ലാം കഴിഞ്ഞ് തശ്കീലെല്ലാം കഴിഞ്ഞ് പേരെല്ലാം കൊടുത്തു കഴിയുമ്പോൾ പിന്നെയും പേര് മാറും. എന്തിന്റെ ജമാഅത്താവും? ഇശായുടെ ജമാഅത്ത്. നാളെ വെളുപ്പാൻ കാലത്തെ സുബഹിയുടെ ബാങ്ക് വിളിച്ചു കഴിയുമ്പോൾ നിസ്കരിക്കാൻ നിന്ന് കഴിയുമ്പോൾ പിന്നെ എന്തിന്റെ ജമാഅത്താവും? ഇതുപോലെ അള്ളാന്റെ മാർഗത്തിൽ പുറപ്പെട്ടു പോകുന്ന ആൾക്കാരെ കണ്ടപ്പോൾ ജനങ്ങൾ പറയുമായിരുന്നു പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി, ഇതേ പോന്നു തബ്ലീഗിന്റെ ജമാഅത്ത്, ഇതേ പോന്നു 10 പേര് 8 പേര് 12 പേര് ഒരുമിച്ച് കൂടി നാടുകളിൽ നിന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടിരിക്കുകയാണ്. ദീനനുസരിച്ച് ജീവിച്ച് പഠിക്കാനും
അള്ളാഹുവിന്റെ കൽപ്പനകളെ ജീവിതത്തിൽ നടപ്പിലാക്കി തീർക്കാനും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ ജീവിതത്തിൽ പ്രാവർത്തികമായി നടപ്പിലാക്കിക്കൊണ്ട് മനുഷ്യരാശിയിൽ മുഴുവൻ നടന്ന് അധ്വാനിച്ചുകൊണ്ട് എല്ലാവരോടും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കും, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പിൻപറ്റുകയും അള്ളാഹു തആല നമ്മൾക്ക് ഈ ദുനിയാവിലും വിജയം നൽകും, ആഖിറത്തിലും വിജയം നൽകും. ബാങ്കിൽ അള്ളാഹു തആല കോൺസെൻട്രേറ്റ് ആയിട്ട് പറഞ്ഞ ആ വിഷയം ഓരോരുത്തരും ഓരോ ഈമാനുള്ള മനുഷ്യന്റെ അടുക്കലും ചെന്ന് ഈ ബാങ്കിന്റെ സംക്ഷിപ്ത രൂപത്തിനെ, കോൺസെൻട്രേഷനെ തന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു രീതി, ഇത് ദുനിയാവ് മുഴുവൻ അല്ലാഹു തആല നടപ്പിലാക്കി. ദുനിയാവ് മുഴുവൻ അല്ലാഹു നടപ്പിലാക്കി. അല്ലാഹ് നമ്മൾക്കും ഒരു സന്ദർഭം നൽകിയിരിക്കുകയാണ് ഈ 1.5, 2 ദിവസത്തെ ഈ സമ്മേളനത്തിൽ വന്ന് പങ്കുകൊള്ളാൻ. അല്ലാഹ് എനിക്ക് നിങ്ങൾക്കും തൗഫീഖ് തരുമാറാകട്ടെ. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുണ്ട്. അല്ലാഹു തആല നമ്മളെ അറിയിക്കുകയാണ്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, അമലുകളുടെ പ്രതിഫലനം അതിന്റെ നീയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ വന്നിരിക്കുന്ന ഇന്നത്തെ നമ്മുടെ ഈ സമ്മേളനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സദസ്സായ നമ്മുടെ ഈ സദസ്സ് നമ്മൾക്ക് വേണ്ടി ഇനിയും ഈ സമ്മേളനത്തിൽ വന്ന് പങ്കുകൊള്ളാനിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നീയത്ത് ചെയ്തുകൊണ്ട് ഒരു നീയത്തിനെ നമുക്കൊന്ന് പുതുക്കാം. നമ്മളുടെ ഈ ഒരുമിച്ച് കൂടൽ ആർക്കു വേണ്ടി മാത്രം? അള്ളാഹ്ക്ക് വേണ്ടി മാത്രം. നമുക്ക് വേറെ ഒരു ലക്ഷ്യവും വേണ്ട, നമുക്ക് വേറെ ഒരു ലക്ഷ്യവും ഇല്ല. അള്ളാന്റെ തൃപ്തിയെ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരുമിച്ച് കൂടൽ. അതുകൊണ്ട് സഹോദരന്മാരെ, ഇപ്പൊ പറയപ്പെടുന്ന ഈ 2-3 കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കും. എന്താ ഇൻഷാ അല്ലാഹ് അമൽ ചെയ്യാനുള്ള നിയത്തോടുകൂടി കേൾക്കും. ഒരു കാര്യം, നമ്മളുടെ സമ്മേളനം ശരീരങ്ങളുടെ സമ്മേളനം അല്ല. നമ്മളുടെ സമ്മേളനം ഹൃദയത്തിന്റെ സമ്മേളനമാണ്. എന്തിന്റെ സമ്മേളനമാണ്? ഹൃദയ സാന്നിധ്യം ഇവിടെ വേണം. പള്ളിക്കരയിൽ നിന്ന് വന്നയാള് ഹൃദയം ഭാര്യയുടെ എത്തിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹൃദയം എവിടെയാ? വീട്ടിൽ തന്നെ. സൂക്ഷിച്ചു വെച്ചോ, ഇതിനകത്തോട്ട് വേറെ ആരും കയറാതെ ബീവി നീ തന്നെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് അവിടെ ഏൽപ്പിച്ചേച്ചോ വന്നിരിക്കുന്നത്. ചിലര് അവരുടെ കടയിൽ ഏൽപ്പിച്ചേച്ചോ വന്നിരിക്കുന്നത്. കടക്കകത്തിട്ട് പൂട്ടിയിട്ട് വന്നിരിക്കുക ഹൃദയത്തിനെ. ഞാൻ സമ്മേളനത്തിന് പോവുക, നീ വരല്ലേ കൂടാ, ഇതിനകത്ത് തന്നെ ഇരുന്നോ. അതുകൊണ്ട് ആള് പറവൂര് വെടിമറയിൽ സമ്മേളനത്തിന്റെ പന്തലിനകത്താണ്, പക്ഷെ ആളിന്റെ ഹൃദയം എവിടെയാ? ചിലരുടെ പള്ളിക്കരയില്, ചിലരുടെ മൂവാറ്റുപുഴയില്, ചിലരുടെ എറണാകുളത്ത്, ചിലരുടെ കച്ചവടത്തില്, ചിലരുടെ ഉദ്യോഗത്തില് അല്ല. അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു താരം ചോദിച്ചു, ഇജ്തിമാ, ഒരുമിച്ച് കൂടൽ, സമ്മേളനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ അലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഇജ്തിമാ എന്ന് പറഞ്ഞാൽ ഹിയ ഇജ്തിമാഉൽ ഖുലൂബ്, ഹൃദയങ്ങൾ സമ്മേളിക്കണം എന്നാലേ ഇജ്തിമാ ആവുള്ളൂ. ശരീരങ്ങൾ ഒരുമിച്ച് കൂടിയോണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഒരു കാര്യം, 1.5 ദിവസത്തേക്ക്, ഇനി ബാക്കിയുള്ള 24-28 മണിക്കൂർ നേരത്തേക്ക് നമ്മുടെ ഹൃദയത്തിനെ ഭാര്യയുടെ നിന്ന് വാങ്ങിക്കണം, ഉമ്മാടെ നിന്ന് വാങ്ങിക്കണം, മോളയിൽ നിന്ന് വാങ്ങിക്കണം, മോന്റെ നിന്ന് വാങ്ങിക്കണം, കച്ചവടത്തിൽ കടയിൽ നിന്ന് എടുത്തോണ്ട് വരണം, കൃഷി സ്ഥലത്ത് നിന്ന് എടുത്തോണ്ട് വരണം, നാട്ടിൽ നിന്നും വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വരണം. ഹൃദയത്തിനെ പരിപൂർണമായി അള്ളാഹ്ക്ക് വേണ്ടി ആക്കി തീർക്കണം. എന്താ ഇൻഷാ അല്ലാഹ്? ഹൃദയ സാന്നിധ്യം. കേൾക്കുന്ന കാര്യങ്ങൾ ഹൃദയം കൊണ്ട് കേൾക്കണം, ഹൃദയത്തിലേക്ക് ഇറക്കണം. ഹൃദയത്തിലേക്ക്. ബുദ്ധി കൊണ്ട് അധികം പ്രോസസ് ഒന്നും ചെയ്യണ്ട. ബുദ്ധിക്ക് വലിയ സ്ഥാനമൊന്നുമില്ല ദീനില് ബുദ്ധിക്ക് വലിയ സ്ഥാനമൊന്നുമില്ല. ബുദ്ധി ഹൃദയങ്ങളിലേക്ക് കാര്യത്തിനെ ഇറക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ്. ബുദ്ധിയിൽ ഇറങ്ങി കിട്ടിയതുകൊണ്ട് കാര്യമായില്ല, ഹൃദയത്തിൽ ഇറങ്ങി കിട്ടണം. ബുദ്ധി സമ്മതിച്ചുകൊണ്ട് കാര്യമായില്ല, ഹൃദയം സമ്മതിക്കണം. എന്താ വെച്ചാൽ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ സമ്മേളനം അമലുകളുടെ സമ്മേളനം ആണ്. അമലുകളുടെ സമ്മേളനം. എന്തിന്റെ സമ്മേളനം? അമലുകൾ, പ്രവൃത്തികൾ, സൽക്കർമ്മങ്ങൾ, അമലുകൾ. സദസ്സുകൾ നടക്കുമ്പോൾ ആ സദസ്സിൽ പങ്കുകൊള്ളൽ, ശ്രദ്ധിച്ച് കേൾക്കൽ, ഇതൊരു വലിയ അമലാണ്. എത്ര വലിയ അമലാണെന്ന് അറിയാമോ? വെറുതെ ദീനിന്റെ ഒരു മജ്‌ലിസിൽ ഇരുന്നു അള്ളാന്റെ റസൂല്, പരലോകം, ആഖിറം, അമല്, ഈമാന്, യഖീന്, ഇതിനെപ്പറ്റിയെല്ലാം പറഞ്ഞു കേട്ടു. ആ സദസ്സിൽ ഇരുന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു മലക്ക് വന്നിട്ട് വലിയ ശബ്ദത്തിൽ വിളിച്ചു പറയും, ഏ സദസ്യരെ, നിങ്ങളുടെ പാപങ്ങളെല്ലാം അള്ളാഹ് പുറത്തു തന്നു കേട്ടോ.
എന്നിട്ട് പിന്നെ മലക്ക് വിളിച്ചിട്ട് പറയും, നിങ്ങൾക്ക് കുറെ പാപങ്ങൾ ഉണ്ടായിരുന്നു, ആ പാപങ്ങൾ പുറത്തിട്ട് അതിന്റെ സ്ഥാനത്ത് അല്ലാഹ് നന്മകൾ എഴുതി കേട്ടോ. പാപങ്ങൾ പുറത്തു, അതിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു? നന്മകൾ എഴുതി കേട്ടോ. ഒരു മലക്ക് വിളിച്ചു പറയും, എഴുന്നേൽക്കീൻ എഴുന്നേൽക്കീൻ, പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി എഴുന്നേൽക്കീൻ. ഹദീസുകൾ ധാരാളമുണ്ട്. ഓരോ സദസ്സും അവസാനിക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവിന്റെ സന്നിധിയിൽ ഹാജരാവും. അള്ളാഹു താല ചോദിക്കും, എവിടുന്നാ വരുന്നത്? അള്ളാഹ്ക്ക് എല്ലാം അറിഞ്ഞുകൂടായിട്ടല്ല, പക്ഷെ അള്ളാഹു താല എന്റെ മഹത്വം നമ്മളെ അറിയിക്കുകയാണ്. നബിയെ തങ്ങൾ അറിയിക്കും. ഞാൻ ചോദിക്കും എന്റെ മലക്കുകളോട്, നിങ്ങൾ എവിടുന്ന് വരുന്നു? അപ്പൊ മലക്കുകൾ പറയും, പടച്ചവനെ നിന്നെ പറ്റി പറയാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ സദസ്സിൽ നിന്നും വരികയാണ്. നിന്നെ പറ്റി പറയാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ സദസ്സ്. അപ്പൊ അള്ളാഹു താല ചോദിക്കും, അവരുടെ ആഗ്രഹം എന്താണ്? അപ്പൊ മലക്കുകൾ പറയും, അവർ സ്വർഗത്തിനെ ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ ചുരുക്കി പറയാ, അള്ളാഹു താല പറയും, എന്നാ അതങ്ങ് അവർക്ക് കൊടുത്തേക്ക്. ഞാൻ അവർക്ക് അത് കൊടുക്കാൻ തീരുമാനിച്ചു. അവരെന്തിനാണ് ഭയപ്പെടുന്നത്? അപ്പൊ പറയും, പടച്ചവനെ അവർ നരകത്തിനെ പേടിക്കുന്നവരാണ്. എന്നാൽ ഞാൻ അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചു. അവരുടെ പാവങ്ങളെല്ലാം പുറത്തു കൊടുക്കാൻ തീരുമാനിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കുകൾ പറയും, പടച്ചവനെ അതിന്റെ കൂട്ടത്തിൽ ചുമ്മാ ജനങ്ങൾ കൂടിയപ്പം ആ കാഴ്ച എന്താണെന്ന് കാണാൻ വേണ്ടി തമാശായി, അതായത് അതിനെ വെറുതെ ഒന്ന് ദർശിക്കാൻ വേണ്ടി ജനങ്ങൾ കൂടിയതാണല്ലോ, എന്താണെന്ന് നോക്കാൻ വേണ്ടി വന്ന ആളും അതിന്റെ കൂട്ടത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. അയാൾക്ക് നീ അങ്ങ് പുറത്തു കൊടുത്തോ? അയാൾക്ക് നീ അങ്ങ് നരകത്തിൽ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചോ? അയാൾക്ക് വന്ന് സ്വർഗം കൊടുത്താൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഹുമുൽ ഖൗം ലാ യഷ്ഖാ ജലീസുഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല പറയും മലക്കുകളോട്, ആ ഖൗം, ആ സദസ്സ് അതെങ്ങനത്തെ കൂട്ടമാണെന്ന് അറിയാമോ? അവരുടെ അടുത്തിരിക്കുന്നവരെ പോലും ഞാൻ പാഴാക്കുകയില്ല. ഒരു വലിയ അമല് നമുക്ക് ഈ 28-29 മണിക്കൂർ നേരത്തിൽ ചെയ്യാനുള്ളത്, അള്ളാഹുവിനെ പറ്റി പറയുന്ന കേൾക്കുന്ന സദസ്സിൽ ശ്രദ്ധയോടുകൂടി സ്വന്തം പങ്കെടുക്കൽ, മറ്റുള്ളവരെ സന്തോഷത്തോടെ പങ്കെടുപ്പിക്കൽ. എന്താ ഇൻഷാ അല്ലാഹ്? നമസ്കാരത്തിന്റെ സമയത്ത് നമസ്കാരം, മുൻപിൽ സുന്നത്തുകളെ പൂർത്തിയാക്കിക്കൊണ്ടുള്ള നമസ്കാരം, വുദു എടുത്ത് നേരത്തെ വന്ന് നമസ്കാരത്തിനെ പ്രതീക്ഷിച്ചിരിക്കൽ. ശൈത്താൻ പറയും, എല്ലാവരും ഇരിക്കട്ടെ, എല്ലാവരും നിൽക്കട്ടെ, എല്ലാവരും സപ്പെല്ലാം ശരിയാക്കട്ടെ, കാമത്ത് തുടങ്ങുമ്പോൾ നീ കയറിയാൽ മതി, എന്തിനാ ഇപ്പോഴേ പന്തലിനകത്ത് പോയിരിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുൻതദിറു സ്വലാത്തി ഫി സ്വലാ, നമസ്കാരത്തിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവൻ അവൻ നമസ്കാരത്തിലാണ്. നമസ്കാരത്തിലൂടെ എന്തെല്ലാം കിട്ടുമോ അതെല്ലാം നമസ്കാരത്തിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ കിട്ടും. അപ്പൊ നമസ്കാരത്തിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന അമൽ, ഖുർആൻ ശരീഫിന്റെ തിലാവത്ത്, അള്ളാഹുവിന്റെ ദിക്ർ, തസ്ബീഹാത്തുകൾ, ഇങ്ങനെ നമ്മളുടെ ഈ നാളെ ഇശാ കഴിഞ്ഞ് നാളെ ദുആ വരെയുള്ള നമ്മളുടെ ഈ സമ്മേളനത്തിന്റെ ഈ സമയങ്ങൾ അമലുകളിലായി ചെലവഴിക്കണം. എന്താ ഇൻഷാ അല്ലാഹ്? തയ്യാറല്ലേ എല്ലാവരും? പാഴായ വർത്തമാനങ്ങൾ, നാട്ടുവിശേഷങ്ങൾ, വീട്ടുവിശേഷങ്ങൾ, എന്തെല്ലാമോ നടന്നത്, അതൊന്നും നമുക്ക് സമ്മേളനത്തിൽ വേണ്ട. ചിലപ്പോൾ ആരെങ്കിലും കൊണ്ടൊന്ന് പത്രം തരും, വാങ്ങിക്കണ്ട, അവരുടെ അടുത്ത് പറഞ്ഞേക്കാം, അല്ലോ പടച്ചവനെ എങ്ങനെങ്കിലും ഈ മുസീബത്തിൽ നിന്ന് നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടം വരെ എത്തിയതാ, ഇവിടെയും കൊണ്ടൊന്നും ഇത് കയ്യിൽ തരല്ലേ, കൊണ്ടുപോയിക്കോളൂ, ബഹുമാനത്തോടെ അങ്ങ് കൊടുത്തേക്ക്. ഈ കോമ്പൗണ്ടിനകത്തേക്ക് കയറ്റരുത്, ദുനിയാവിനെ കയറ്റരുത്. ഇത് ദുനിയാവിന്റെ മഹത്വങ്ങൾ പറയാനുള്ള സ്ഥലമല്ല. അതുകൊണ്ട് നാളെ ദുആ വരെ പാഴായ വർത്തമാനം, പാഴായ സംസാരം, ഇതിനെല്ലാം പരിപൂർണമായി ഒഴിവാക്കുക. എന്താ ഇൻഷാ അല്ലാഹ്? 28-29 മണിക്കൂർ നേരത്തേക്ക് എല്ലാ അമലും സുന്നത്തായി പൂർത്തിയാക്കാൻ ശ്രമിക്കുക. എന്താ ഇൻഷാ അല്ലാഹ്? പരസ്പരം കൂട്ടുകാരോട് ചോദിക്കുക, ഇതിലെ സുന്നത്ത് എന്താ? ഉറങ്ങാൻ നേരത്ത്, ഭക്ഷണം കഴിക്കാൻ നേരത്ത്, ഓരോ അമലിലും ഓരോ കാര്യത്തിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുണ്ട്. അഥവാ സുന്നത്തിനെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താന്റെ ശർറിൽ നിന്ന് നമ്മളെ കാക്കും. അല്ലാഹ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താ ഇൻഷാ അല്ലാഹ്? തയ്യാറല്ലേ? അല്ലാഹ് നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയും കൂടി ഇപ്പൊ ചെയ്യാനുണ്ട്. ഒരു 2-3 മിനിറ്റും കൂടി നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം. എന്താ ഇൻഷാ അല്ലാഹ്? വാച്ച് 2 ഇവിടെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ആരും വാച്ച് നോക്കണമെന്നില്ല. എറണാകുളം ജില്ലക്കാർ ബുദ്ധിമാന്മാരാണ്, മാഷാ അല്ലാഹ്. അല്ലാഹ് ഇവരുടെ ബുദ്ധിയെ ദീനിന്റെ പരിശ്രമത്തിന് വേണ്ടി കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു വാച്ചെങ്കിലും വെച്ചേക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് 2 വലിയ വാച്ച് വെച്ചു. കാരണം പ്രസംഗിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്ന സമയത്തിനെ അവര് മറികടന്ന് പോകണ്ട, അതിൻ്റെ ഉള്ളിൽ ജോലി തീർക്കട്ടെ. അല്ലാഹ് കബൂൽ ചെയ്യുമാറാകട്ടെ. ഒന്ന് ശ്രദ്ധിക്കുക സഹോദരന്മാരെ, നമ്മളുടെ ഈ സമ്മേളനത്തിന്റെ
ബാക്കിയുള്ള ഈ 24-26 മണിക്കൂർ സമയത്ത് നടക്കേണ്ട ഈ അമലുകളെല്ലാം കൃത്യനിഷ്ഠയോടുകൂടി നടക്കണമെങ്കിൽ ഈ സദസ്സ് ഒന്ന് വിചാരിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് നമ്മളെ അല്ലാഹ് കാരണക്കാരായിക്കൊണ്ട് ഈ മുഴുവൻ സമ്മേളനത്തിന്റെ എല്ലാ അമലുകളെയും നല്ല രീതിയിലാക്കി തരും. തയ്യാറല്ലേ ഇൻഷാ അല്ലാഹ്? നമ്മളുടെ ഈ സമ്മേളനത്തിൽ ധാരാളം അമലുകളുണ്ട്. ഖിദ്മത്തിന്റെ, സേവനത്തിന്റെ, അള്ളാന്റെ തൃപ്തിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു മനുഷ്യൻ അവന്റെ സഹപാഠികൾക്ക്, അവന്റെ സഹചാരികൾക്ക്, മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക്, അയൽവാസികൾക്ക്, മനുഷ്യർക്ക് ഉപകാരികളായാൽ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ലവനായി മാറും. ഖൈറുൻ നാസ് മൻ യൻഫഉൻ നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യരിൽ നല്ലവരാരാണെന്ന് അറിയാമോ? മനുഷ്യരിൽ ഏറ്റവും ഖൈറുള്ളവരാരെന്ന് അറിയാമോ? മറ്റു മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്ന മനുഷ്യരാണ്. മൻ യൻഫഉൻ നാസ്, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നവൻ, അവനാണ് മനുഷ്യരിൽ ഏറ്റവും ഖൈറുള്ളവൻ. അള്ളാഹ് എന്നെ നിങ്ങളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാണ്. അള്ളാഹുന്റെ മാർഗത്തിൽ ഒരു ജമാഅത്ത് യാത്രയായി പോയിട്ട് വന്നു. സഹാബാക്കളുടെ ജമാഅത്താണ്. നബി തങ്ങൾ ചോദിച്ചു, കാർഗുസാരി പ്രവർത്തന വിവരണം ചോദിച്ചു, ഓരോരുത്തരുടെയും അമലുകൾ ചോദിച്ചു. അപ്പൊ ആ കൂട്ടത്തിലുള്ള ഒരാളിനെ പറ്റി നബി തങ്ങൾ എടുത്തു ചോദിച്ചു. അവൻ എന്ത് ചെയ്തു, ഇന്നയാൾ എന്ത് ചെയ്തു? നമുക്കൊരു സങ്കല്പ പേരിടാം, അബ്ദുള്ള എന്തൊക്കെ ചെയ്തു? അപ്പൊ സഹാബാക്കൾ കൂട്ടുകാരെല്ലാരും പറഞ്ഞു, അബ്ദുള്ള കാര്യമായിട്ടൊന്നും ചെയ്തില്ല നബിയെ. ഞങ്ങൾ വലിയ ദീനിന്റെ പരിശ്രമങ്ങൾക്കെല്ലാം വേണ്ടി പോകുമ്പോൾ അബ്ദുള്ള ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി വെക്കും, കാട്ടിൽ പോയി വിറകൊക്കെ വെട്ടിക്കൊണ്ടുവരും, ഞങ്ങൾ കിടന്നുറങ്ങാൻ നേരത്ത് ഞങ്ങൾക്ക് കാവലിരിക്കും, ഞങ്ങളുടെ സാധനങ്ങളും ഞങ്ങളെ സൂക്ഷിക്കും. ഇതൊക്കെ ചെയ്തോളൂ അബ്ദുള്ള വേറെ കാര്യമായിട്ടൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഈ മുഴുവൻ ജമാഅത്ത് ഒരുമിച്ച് കൂടി എന്തെല്ലാം അമലുകൾ ചെയ്തോ അതെല്ലാം ഹോൾസെയിലായിട്ട് ഒറ്റയടിക്ക് അബ്ദുള്ളാക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ 2 ദിവസത്തെ സമ്മേളനത്തിൽ ധാരാളം ഖിദ്മത്തിന്റെ ധാരാളം അമലുകൾ നമ്മൾക്ക് ചെയ്യാനുണ്ട്. ആ അമലുകൾക്ക് വേണ്ടി നമ്മൾ ഈ സദസ്സ് തയ്യാറായാൽ മുഴുവൻ ഈ സദസ്സ്, മുഴുവൻ ഈ ഇസ്തിമ, ഇത് മാത്രമല്ല ഇനി ഇതിനുശേഷം ഇത് കാരണമായിട്ട് ഖിയാമത്ത് നാൾ വരെ എന്തെല്ലാം നടക്കാൻ പോകുന്ന ഖൈറുകൾ, അതിലെല്ലാം അല്ലാഹു തആല നമുക്ക് വലിയ പങ്ക് തരും. എന്താ ഇൻഷാ അല്ലാഹ് തയ്യാറല്ലേ? അല്ലാഹ് നമുക്ക് തൗഫീഖ് തരുമാറാകും. ഇപ്പൊ സമാധാനമായിട്ടിരിക്കും. ഓരോ ജമാഅത്തുകളുടെ പേര് വിളിക്കപ്പെടും, അതിൽ പേരെഴുതപ്പെട്ടവരുടെ പേരുകൾ വായിക്കപ്പെടും. അവർ മാത്രം ആദ്യം എഴുന്നേൽക്കുക. പിന്നെ അതിലേക്ക് വേറെ ആളുകൾ ഖിദ്മത്തിന് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യപ്പെടുന്നതനുസരിച്ച് അവരൊന്ന് അതിന്റെ കൂട്ടത്തിൽ മാറിയിരിക്കാം. ഇസ്തിഖ്ബാലിന്റെ ജമാഅത്ത് ഒന്ന് വായിക്കും, നവാസ് വായിക്കും. ഈ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ സമാധാനമായിട്ടിരിക്കും. ഇസ്തിഖ്ബാല് നമ്മുടെ സമ്മേളനത്തിന്റെ മുഖമാണ്. ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്വീകരിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ വരുന്നവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മദീന